ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫുട്ബോൾ ലോകത്തെ പല പ്രധാനപ്പെട്ട ടീമുകളും വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ നിലവിലെ ജേതാക്കളായ അർജന്റീന സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടില്ല. നാളെയോ മറ്റന്നാളോ ആയിക്കൊണ്ട് വേൾഡ് കപ്പ് സ്ക്വാഡ് ഉണ്ടാകും എന്നാണ് അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 26 താരങ്ങളെയാണ് ടീമിൽ ഉൾപ്പെടുത്താൻ സാധിക്കുക. പക്ഷേ സ്കലോണി 30ഓളം താരങ്ങളെ വിളിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സൗഹൃദ മത്സരങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് കൂടുതൽ താരങ്ങളെ വിളിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയങ്ങൾ കാരണമാണ് ഈ സ്ക്വാഡ് പ്രഖ്യാപനം വൈകുന്നത്. അർജന്റീൻ താരങ്ങളിൽ ചിലർക്ക് ഫിസിക്കൽ പ്രശ്നങ്ങളുമുണ്ട്. അതൊക്കെ സ്കലോണിക്ക് ഒരൽപ്പം ആശങ്ക നൽകുന്ന കാര്യമാണ്. സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അർജന്റീനയുടെ ക്യാമ്പിലേക്ക് ഇപ്പോൾ താരങ്ങൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഒരുപാട് താരങ്ങൾ എത്തിയിട്ടുണ്ട്. നെഹുവേൽ മൊളീന, ലിയനാർഡോ ബാലർഡി, ജൂലിയാനോ സിമിയോണി, തിയാഗോ അൽമേഡ ഇവരെല്ലാവരും ഇന്നലെ അർജന്റീൻ ക്യാമ്പിൽ എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എഫയുടെ പ്രസിഡന്റായ ടാപ്പിയ ഇവരെയെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതായത് അർജന്റീന ടീമിൽ ഇവരെല്ലാം ഉണ്ടാകും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. മൊളീന, ബാലർഡി, ജൂലിയാനോ സിമിയോണി, അൽമേഡ എന്നിവരൊക്കെ എത്തിയിട്ടുണ്ട്. ഏതായാലും വേൾഡ് കപ്പ് സ്ക്വാഡ് അധികം വൈകാതെ പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അർജന്റീനയുടെ ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ പേര് അത് ലയണൽ ആൻഡ്രസ് മെസ്സി എന്നാണ്. അവിടെയാണ് അർജന്റീന തങ്ങളുടെ ഒരുക്കങ്ങൾ തുടങ്ങുന്നത്. ഏതായാലും നാളോ മറ്റന്നാളോ നമുക്ക് അർജന്റീനയുടെ സ്ക്വാഡിനെ അറിയാൻ സാധിച്ചേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.